നമസ്തേ നമസ്തേ നമസ്തേ. അപ്പോഴേ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ബൈബിളിനെ കുറിച്ച് മാത്രം പറയുന്നത്, ഇപ്പോൾ കോണ്ടംപററി പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്, എന്തോരം വിഷയങ്ങൾ നാട്ടിൽ നടക്കണം, ഇതിനെക്കുറിച്ചൊന്നും ഇയാൾ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ, ഞങ്ങൾക്ക് അതല്ലേ കേൾക്കാൻ താല്പര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ തിന്മകളുടെയും പിന്നിൽ നസ്രായനായി യേശുവാണ്. ഇവ രാഷ്ട്രീയമാവട്ടെ, ഞാൻ ജനാധിപത്യ വിശ്വാസിയല്ല, എനിക്ക് രാജഭരണമാണ് എനിക്ക് താല്പര്യം. ഞാൻ ഹൈന്ദവനാണ്. ഹിന്ദുവായ ഞാൻ എങ്ങനെയാണ് ജനാധിപത്യത്തിന് അനുകൂലിച്ച് സംസാരിക്കുന്നത്? ജനാധിപത്യമല്ലല്ലോ ഭാരതത്തിൽ എന്നും ഉണ്ടായിരുന്നത്, രാജഭരണമല്ലേ. 2500 വർഷം മുമ്പ് ഗ്രീക്ക് അംബാസഡറായിട്ട് വന്ന ഗ്രീക്കുകാരനായിരുന്ന ചരിത്രകാരൻ, ഹിസ്റ്റോറിയൻ, അദ്ദേഹം പറയുന്നുണ്ടല്ലേ ഭാരതത്തിലെ ജനങ്ങളെക്കുറിച്ച്, they lived peacefully under their native kings. അവർ സമാധാനത്തോടു കൂടി അവരുടെ നാടുവാഴികളുടെ രാജാക്കന്മാരുടെ കീഴിൽ കഴിഞ്ഞുകൂടി എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ രാജഭരണം തന്നെയാണ് ശരി. അത് പറയാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ നമ്മുടെ ശബരിമല വിഷയം. അത് തന്നെ എടുത്തു നോക്കൂ. അവിടെ എന്താ സംഭവിച്ചത്? പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി, ഹിന്ദുക്കൾ തന്നെ അത് കൂടുതൽ വീഴവരാണ് ഇയാൾക്ക് വോട്ട് ചെയ്യണത്. ഹിന്ദുക്കളുടെ വോട്ട് മേടിച്ച് ഭരണത്തിലേറിയ ഒരാൾ ഹിന്ദു മത ആചാരങ്ങൾക്കെതിരെ, അതായത് ശബരിമലയിൽ സ്ത്രീകളെ, അതും വേശ്യ തുല്യരായ സ്ത്രീകളെ അവിടെ കയറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ ആൾ കയറ്റുകയും ചെയ്തു അല്ലേ. അതിനുവേണ്ടി അതിനെതിരായിട്ട് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് RSSകാർ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തി. എത്ര പരിശ്രമങ്ങൾ. RSSകാർ മാത്രം, മറ്റുള്ളവർ എല്ലാം നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. RSSകാർ ഒത്തിരി ശ്രമിച്ചു. ഒരുപാട് എന്താ പറയുക, നാമജപ ഘോഷയാത്രയൊക്കെ നടത്തി. കുറേ RSSകാരുടെ അമ്മമാർക്കിട്ടൊക്കെ പോലീസിൻ്റെ തല്ലും കൊണ്ട് കുറേ RSSകാർക്കിട്ടും തല്ല് കിട്ടി. കുറേ RSSകാർ, 10,000-കണക്കിന് RSSകാർക്കെതിരെ കള്ളക്കേസ് എടുത്തു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ശബരിമലയിലെ ആചാര ലംഘനം നടത്താൻ വേണ്ടിയിട്ട് അല്ലേ. രാജഭരണമായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമായിരുന്നു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ രാജഭരണമാണ് എനിക്ക് താല്പര്യം. ഒരിക്കലും ഞാൻ ഒരു ജനാധിപത്യ വിശ്വാസി ആവില്ല. രാജഭരണം തന്നെയാണ് ശരി എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ ജനാധിപത്യ വിശ്വാസികളാണ്. വോട്ട് ചെയ്യുന്നവനെല്ലാം ജനാധിപത്യ വിശ്വാസിയാണ്. വോട്ട് ചെയ്യുന്നവരെല്ലാം തന്നെ ജനാധിപത്യ വിശ്വാസിയാണ്. അവരെ ഹിന്ദു എന്ന് വിളിക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇപ്പോൾ നോക്കൂ, ശ്രീരാമൻ, ജയ് ശ്രീറാം എന്ന് പറയും. ശ്രീരാമൻ ആരായിരുന്നു? ശ്രീരാമൻ അയോധ്യ രാജാവായിരുന്നു. അയോധ്യ വാണിരുന്ന ആളായിരുന്നു. അദ്ദേഹം ജനങ്ങളുടെ വോട്ട് നേടി ഭരണത്തിൽ വന്ന ഒരു ആളായിരുന്നോ, അതോ അദ്ദേഹത്തിൻ്റെ പിതാവ് ദശരഥ മഹാരാജാവ്, അദ്ദേഹം രാജാവായിരുന്നതുകൊണ്ട് മൂത്ത പുത്രനായ ശ്രീരാമൻ രാജാവായതാണോ? ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്രീരാമൻ രാജാ ശ്രീരാമചന്ദ്രൻ എന്നാണ് വിളിക്കുന്നത് തന്നെ.
അപ്പോൾ ശ്രീരാമൻ എന്ന് പറയുന്നത് അയോധ്യയിലെ മുഖ്യമന്ത്രി ആയിരുന്നില്ല, ശ്രീരാമൻ രാജാവായിരുന്നു. അപ്പോൾ ശ്രീരാമ ഭക്തരായ നമ്മൾ എങ്ങനെയാണ് ജനാധിപത്യ വിശ്വാസികളാവുന്നത്? എനിക്കതും മനസ്സിലാവുന്നില്ല. ഹിന്ദുവിനെ എങ്ങനെ ജനാധിപത്യ വിശ്വാസിയാവാൻ കഴിയും? അപ്പോൾ ഹിന്ദുവിനെ ജനാധിപത്യ വിശ്വാസിയാക്കി മാറ്റുകയാണ് ചെയ്തത്. ആര്? അതൊക്കെ സംഭവിക്കുന്നത് ക്രിസ്ത്യാനികളുടെ പരകൂടി വെള്ളക്കാർ ഇവിടെ കാലുകുത്തിയതിന് ശേഷമാണ്. ഭാരതത്തിൽ മുസ്ലിങ്ങൾ വന്നു, നമ്മുടെ രാജാക്കന്മാരെ കുറേ കൊല്ലുകയും ചെയ്തു, നമ്മുടെ രാജാക്കന്മാരെ തിരിച്ചടിച്ചു, ഒക്കെ ശരി തന്നെ. പക്ഷെ വെള്ളക്കാർ വന്നിട്ട്, ക്രിസ്ത്യാനികൾ വന്നിട്ട്, യൂറോപ്യന്മാർ, പോർച്ചുഗീസുകാർ ആദ്യം വന്നു, പിന്നെ ഓരോരുത്തരായിട്ട് വന്നു, ഒടുക്കും ഇംഗ്ലീഷുകാരും വന്നു. അവരെല്ലാത്തിനെയും അടിച്ചോടിച്ചു, അവരുടെ കീഴിലായി. അവരാണ് എല്ലാം മാറ്റുന്നത്. ക്രിസ്ത്യാനികളാണ് എല്ലാം ചേഞ്ച് ചെയ്യണത്. നമ്മുടെ സിസ്റ്റം, ഭാരതത്തിനുണ്ടായിരുന്ന സിസ്റ്റം വളരെ വാല്യുബിളായിരുന്ന, അനാദികാലം മുതൽക്കേ പിന്തുടർന്നിരുന്ന ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായം, അത് രാജഭരണമാണ്. രാജഭരണമാണത്. അത് മാറ്റിമറിച്ചത്, തകിടം മറിച്ചത് ക്രിസ്ത്യാനികളായ വെള്ളക്കാരാണ്, യൂറോപ്യൻസാണ് തകിടം മറിച്ചത്. ഇപ്പോഴും യൂറോപ്യൻസ് പറയണത് ഡെമോക്രസി ഡെമോക്രസി എന്നല്ലേ, അല്ലേ? ബോബ് മാളിയുടെ ഒരു പാട്ടുണ്ട്, അത് തുടങ്ങുന്നത് ദ കമ്മിങ് ഇൻ ഫ്രം ദ കോൾഡ് എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. തണുപ്പിൽ നിന്നാണ്, അത് തണുത്ത രാജ്യത്ത് നിന്നാണ് അവർ വരുന്നതെന്നും, അത് വെള്ളക്കാരെ കുറിച്ചാണ് പറയണത്. ദ കമ്മിങ് ഇൻ കമ്മിങ് ഇൻ കമ്മിങ് ഇൻ ഫ്രം ദ കോൾഡ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ നവംബർ 20 ഇപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞു. അപ്പോൾ 20 ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, മൈനസാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഈ മൈനസ്, ഈ കാലാവസ്ഥയിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഒരു കൃഷിയും ഒന്നും നടക്കത്തില്ല, ഐസ് മാത്രം ഉണ്ടാവും. ഐസ് കൃഷി നടത്താം, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വെള്ളക്കാർ കഴിഞ്ഞിരുന്നത്. ഭയങ്കര ദാരിദ്ര്യം, കൊടും പട്ടിണിയും പകർച്ചവ്യാധികളും ഒക്കെ, ഭയങ്കര ദുരിതമായിരുന്നു ഇവിടെ ജീവിതം. വെള്ളക്കാർ കാശുണ്ടാക്കുന്നത് അവരുടെ ഈ കോളനി നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമാണ്. അവർക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഭാരതത്തിൽ വരണം, ഇന്ത്യയിൽ വരണം. അങ്ങനെയാണ് അവർ വഴിതെറ്റിയൊക്കെ പോയി അമേരിക്കയിലേക്ക് പോയി. അത് അമേരിക്കക്കാരുടെ തലവിധി, അവിടുത്തെ റെഡ് ഇന്ത്യൻസിൻ്റെ തലവിധി. അപ്പോൾ അവർ ചുവന്ന നിറമുള്ള ആളുകൾ, അപ്പോൾ അവർ ഇന്ത്യൻസ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡ് ഇന്ത്യൻസ് എന്നുള്ള ഒരു പദം തന്നെ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഇവരുടെ ലക്ഷ്യം ഇന്ത്യയായിരുന്നു, ഭാരതത്തിൽ വരിക, തേനും പാലും ഒഴുകുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ ഒരു പ്രേരണ യൂറോപ്യന്മാരെന്നും ഇവിടെ ഉണ്ടായിരുന്നു. യൂറോപ്യന്മാർ ക്രിസ്തുവിന് മുമ്പും ഉണ്ടായിരുന്നു, യേശുവിന് മുമ്പും ഉണ്ടായിരുന്നു, യേശുവിന് ശേഷവും ഉണ്ടായിരുന്നു. യേശുവിന് മുമ്പുള്ള യൂറോപ്യന്മാരാരും റെഡ് ഇന്ത്യൻസിനെ കൊന്നിട്ടില്ല. ഭാരതത്തിൽ വന്ന് കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തിയിട്ടില്ല. ആഫ്രിക്കയിൽ പോയി കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തിയിട്ടില്ല. ആഫ്രിക്കക്കാരോടൊക്കെ കാണിച്ചതിൻ്റെ ഒരുപാട് കഥകളുണ്ട് പോയി, കരളലിയിപ്പിക്കുന്ന കഥകൾ. എൻ്റെ അപ്പം പറഞ്ഞൊരു കഥയുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് 300 വർഷം മുമ്പ് പാരീസിൽ, അപ്പം ചരിത്രകാരനായിരുന്നല്ലോ, പാരീസിൽ നമ്മുടെ നാട്ടിലിപ്പോൾ നാടോടിക്കാറ്റിൽ മോഹൻലാൽ ഒരു വണ്ടി, പച്ചക്കറി വണ്ടി ഉന്തിക്കൊണ്ട് പോകില്ലേ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ വണ്ടി, 4 ചക്രം, ഒരു ടേബിള്, ആ ടേബിളിൻ്റെ പുറത്ത് കുറേ പച്ചക്കറി ഇട്ടിട്ട് ഉന്തിക്കൊണ്ട് പോകും ഇല്ലേ. എന്നിട്ട് വിളിച്ച് ആൾക്കാർ വരും, വന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് പോകും, തൂക്കി കൊടുക്കും. അതുപോലെ പാരീസിൽ ആഫ്രിക്കക്കാരെ ഇവർ കൊണ്ടുവരുമായിരുന്നു. എവിടെ നിന്ന്? ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവർ കൊന്നിട്ട് ആഫ്രിക്കക്കാരുടെ കരൾ, കിഡ്നി, ഹാർട്ട് ഇതൊക്കെ എടുത്ത് ഇതേപോലെ ഈ വണ്ടിയിൽ വെച്ചിട്ട് ആഫ്രിക്കൻ ഹാർട്ട്, ആഫ്രിക്കൻ കിഡ്നി, ആഫ്രിക്കൻ ലിവർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പാരീസ് തെരുവിൽ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. മനസ്സിലായോ? അപ്പോൾ ഇവർ മനുഷ്യരാണോ?
പക്ഷേ ഇവരിങ്ങനെ ആയത് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിന് ശേഷമാണ് എന്നാണോ ക്രിസ്തുമതം ഇവർ സ്വീകരിച്ചത്, അതിന് ശേഷമാണ് ഇവരിങ്ങനെ ആവണത്. അപ്പോൾ ആക്ച്വൽ ഫോൾട്ട് എന്ന് പറയുന്നത് വെള്ളക്കാരനിലല്ല. വെള്ളക്കാരനാണ് ഫോൾട്ടെങ്കിൽ വെള്ളക്കാരൻ എപ്പോഴും അങ്ങനെ ആയിരുന്നിരിക്കണമായിരുന്നു. അങ്ങനെയല്ല. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ വെള്ളക്കാരൻ എന്നു മുതലാണോ ആയി മാറിയത്, വെള്ളക്കാരൻ എന്താണോ ക്രിസ്തുമതത്തെ ആശ്ലേഷിച്ചത്, എംബ്രേസ് ചെയ്തത്, അപ്പോൾ മുതലാണ് വെള്ളക്കാരൻ മനുഷ്യൻ എന്നതും മാറി പിശാചായി മാറുന്നത് അവിടെ മുതലാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിന് മുമ്പുള്ള വെള്ളക്കാരുടെ ചരിത്രവും യേശുവിന് ശേഷമുള്ള വെള്ളക്കാരുടെ ചരിത്രവും രണ്ടും രണ്ടാണ്. അത് പ്രത്യേകിച്ചും ക്രിസ്തുമതത്തിൻ്റെ സ്ഥാപനത്തിന് ശേഷമുള്ള, അതായത് ക്രിസ്തുമതം ഉണ്ടാകുന്നത് 4-ാം നൂറ്റാണ്ടിൽ ആണ് ക്രിസ്തുമതം ഉണ്ടാകുന്നത്. അതായത് സ്ഥാപിതമാകുന്നത് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയാണ് ക്രിസ്തുമതം സ്ഥാപിക്കുന്നത്. അദ്ദേഹമാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തുമതത്തെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് ക്രിസ്തുമതത്തിനൊരു അഡ്രസ്സ് ഉണ്ടാവുന്നത്. ക്രിസ്തുമതം സ്ഥാപിതമാകുന്ന അങ്ങനെ മഹാനീചനായ ഒരു ചക്രവർത്തിയായിരുന്നു. അപ്പോൾ അതിനുശേഷം ആണ് വെള്ളക്കാർ ക്രിസ്ത്യാനികളാവുന്നത്. അത് വെള്ളക്കാരുടെ ചരിത്രകാരന്മാർ തന്നെ പറയുന്നത് ജനോസൈഡിലൂടെയാണ് ക്രിസ്തുമതം യൂറോപ്പിൽ വേരൂന്നിയത് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരുപാട് മനുഷ്യരെ ചർച്ച് കൊന്നൊടുക്കി. ചർച്ചിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനെ അപ്പം കൊല്ലും. അവനെ കൊല്ലുക മാത്രമല്ല, ചുമ്മാ കൊല്ലുകയല്ല, ഓക്കെ, ഭയങ്കരമായിട്ട് പിശാച് പോലും നാണിച്ചു പോകുന്ന വിധത്തിൽ മനുഷ്യരെ പീഡിപ്പിച്ച് കൊല്ലുമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ നമ്മൾ പറയും വെള്ളക്കാരും പള്ളിയിൽ പോണില്ലെന്ന് പറയും. നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുന്നുണ്ട്, വെള്ളക്കാരെന്താ പള്ളിയിൽ പോകാത്തത്? അതിൻ്റെയൊക്കെ പിന്നിൽ ചരിത്രമുണ്ട് സുഹൃത്തേ. പരമപൈശാചമായിട്ട് വെള്ളക്കാരോട് ക്രിസ്തുമതം പെരുമാറിയിട്ടുണ്ട്. റോമ സാമ്രാജ്യം വീഴലും റോമിൻ്റെ നിയന്ത്രണം ചർച്ചിൻ്റെ കയ്യിലായി, റോമൻ കാത്തലിക് ചർച്ചിൻ്റെ കയ്യിലായി. ആ സമയം മുതൽ, അതായത് 5-ാം നൂറ്റാണ്ട് മുതൽ ലൂതർ വരുന്നത് വരെ, റെനൈസൻസ്, ലൂതറിൻ്റെ നവോത്ഥാനം, അതുവരെ ഏതാണ്ട് 1000 വർഷക്കാലം. ആ കാലഘട്ടത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ദ ഡാർക്ക് ഏജസ് ഓഫ് യൂറോപ്പ് എന്നാണ്. യൂറോപ്പിൻ്റെ വളരെ ഇരുണ്ട കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂ, ചർച്ചാണ് ശരിക്കും പറഞ്ഞാൽ ആളുകളെ ഓരോ സ്ഥലത്തോട്ടും വിട്ടത്. യൂറോപ്പിൽ നിന്ന് പല കോണ്ടിനെൻസിലോട്ടും, ആഫ്രിക്കയിലോട്ടും ഏഷ്യയിലേക്കും സോക്കോൾഡ് അമേരിക്കയിലേക്കും ഒക്കെ വിടുന്നത് ചർച്ചാണ് വിടുന്നത്. കൊള്ളയടിച്ചുകൊണ്ട് വരാനാണ് പറയണത്. എന്നിട്ട് പറയുന്നത്, ഇതൊക്കെ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് മനസ്സിലാക്കിയതാണ് കേട്ടോ. ചരിത്രകാരനായ എൻ്റെ അച്ഛൻ്റെ അടുത്താണ്. ഞാൻ ചരിത്രകാരനല്ല, ചരിത്ര പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് വായിക്കാനായിട്ട് താല്പര്യവുമില്ല എന്നും കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ വിഷയം സ്ക്രിപ്ചറാണ്. നൗ അപ്പൻ ഇടക്കിടക്ക് പറയുമായിരുന്നു, വാട്ട് വി ലേൺ ഫ്രം ഹിസ്റ്ററി ദാറ്റ് വി ഡു നോട്ട് ലേൺ ഫ്രം ഹിസ്റ്ററി. ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠം, ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുന്നില്ല എന്നതാണ് എന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ചരിത്രം പഠിക്കണം, ഇല്ലേ? എന്തായാലും അപ്പൻ്റെ അടുത്ത് കേട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ യൂറോപ്പ് റോമൻ കാത്തലിക് ചർച്ചിൻ്റെ കീഴിലായി. അങ്ങനെ അവർ ഓരോ സ്ഥലത്തോട്ടും ആളുകളെ വിടണേ. അപ്പോൾ ബിഷപ്പുമാർ അനുഗ്രഹിച്ചിട്ടാണ് വിടുന്നത്. ആരെ? കൊള്ളക്കാരെയാണ് വിടുന്നത്, ക്രിമിനൽസിനെയാണ് വിടുന്നത്. മനസ്സിലായോ? എക്സ്പെൽ ചെയ്യണതാണ്, ആക്ച്വലി പുറത്താക്കണതാണ് അവരുടെ നാട്ടിൽ നിന്ന്. പക്ഷേ പറഞ്ഞു വിടുന്നത് വഞ്ചിയിലും ബോട്ടിലാണ് വിടുന്നത്. അപ്പോൾ പറഞ്ഞു വിടുന്നത്, നിങ്ങൾ പോയിട്ട്
ഒരുപാട് ലൂട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ, കൊള്ള മുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചു കയറ്റാം, യൂറോപ്പിൽ അടുപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. എന്തൊരു സ്ഥിതിയാണെന്ന് ആലോചിക്കണേ. എന്തൊരു സ്ഥിതിയാണെന്ന് ആലോചിക്കണേ. ഇങ്ങനെയൊക്കെ ചെയ്ത ചർച്ചാണ് ഈ ലോഹയിട്ട് വെള്ളയിട്ട് കിടക്കുന്ന ആൾക്കാർ. മനസ്സിലായോ? അപ്പോൾ ഇവരിങ്ങനെ ആകാൻ കാരണം ആരാണ്? ഒരേ ഒരു വ്യക്തിയാണ്, നസ്രായനായ യേശു. അപ്പോൾ നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? നമ്മുടെ ആയുസ് തീർന്നു പോയാലും പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ തീരൂല. അത്രയേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ, കൊച്ചു കേരളത്തിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞ് തീർക്കാൻ പറ്റും? ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ലക്ഷണങ്ങളെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത്, രോഗത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. രോഗമറിയുന്ന വൈദ്യൻ ലക്ഷണവും അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഞാൻ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ലെന്ന് വെച്ചാൽ, എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് ഇതെല്ലാം ഒരു മഹാരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ആ രോഗം എന്താണെന്നാണ് നിങ്ങളോട് പറയാനാണ് എനിക്ക് താല്പര്യം. ആ രോഗം മറ്റൊന്നുമല്ല, ഇസ്രായേലിൽ 2000 വർഷം മുമ്പ് മറിയ എന്ന് പറയുന്ന സ്ത്രീ പിഴച്ചുപറ്റ നാസറായനായ യേശുവാണ് ആ രോഗം. അവനെ നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇവിടെ ഒരു മാറ്റവും ഉണ്ടാവില്ല. ലുക്ക്, നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് വിചാരിക്കുക. ബ്രെയിനിൻ്റെ അതൊരു ട്യൂമർ വളരണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, തലകറക്കം വരുന്നു, തുടർച്ചയായിട്ട് തലവേദന വരുന്നു. നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകണേ. ഡോക്ടറിന് മനസ്സിലാവുന്നില്ല ഇത് ബ്രെയിൻ ട്യൂമർ കാരണം ഉണ്ടാവണമെന്ന്. ഡോക്ടർ നിങ്ങളുടെ തലവേദനയ്ക്ക് ഒരു മരുന്ന് തന്നു, തലകറക്കം മാറാനായിട്ട് ഒരു മരുന്ന് തന്നു. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഇല്ലല്ലോ. എപ്പോഴാണ് ഡോക്ടർ രോഗനിർണയം ചെയ്യുന്നത്, അപ്പോൾ മാത്രമാണ് പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യത തെളിയുന്നത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പൊളിറ്റിക്സ്, ഈ ചീഞ്ഞ നാറിയ പൊളിറ്റിക്സ് ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ, നമ്മുടെ സന്ദീപ് വാര്യർ, അയാളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. എന്തൊക്കെ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ്സുകാർക്കെതിരെ, എന്തെല്ലാം പറഞ്ഞിട്ടുള്ള, നെഹ്റുവിനെതിരെ എന്തെല്ലാം പറഞ്ഞു. എന്നിട്ടിപ്പോൾ സ്നേഹത്തിൻ്റെ കടയിലോട്ട് പോണേണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്താ ഏകാധിപതിയാണ്, ആനയാണ്, പൂനെയാണെന്നൊക്കെ പറഞ്ഞ് അയാൾ മാറി. മനസ്സിലായോ? എത്ര പെട്ടെന്നാണ്, എന്തൊരു തന്തയില്ലായ്മയാണ് കാണിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ നാണക്കേടാണ്. മനസ്സിലാവുണ്ടോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും. ആരൊക്കെ പോകാനിരിക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. യാതൊരു നേരും നെറിയില്ലാത്ത കുറേ ആളുകളുടെ ഒരു കൂട്ടം, അവരാണ് ഭരണം, അവരുടെ ഭരണമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്, കേരളത്തിനേക്കാളും സമ്പൽ സമൃദ്ധമായ പ്രകൃതിയാൽ തന്നെ സമ്പൽ സമൃദ്ധമായ ഒരു പ്രദേശം ഈ ലോകത്ത് വേറെ ഉണ്ടാവും. ഇതിലും ചെറിയൊരു പ്രദേശം, 44 നദികളുണ്ട്. അങ്ങനെയുള്ള പ്രദേശം ഈ ലോകത്ത് ഏതാണ്? എന്നിട്ടും കേരളത്തിൽ നിന്നല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മഴയില്ലാത്ത ഈ ഉണങ്ങി വരണ്ട മരുഭൂമിയിൽ പോയി അവരുടെ യൗവനകാലം മുഴുവനും അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടല്ലേ കേരളത്തിൽ അവരുടെ ഭാര്യയും മക്കളെയും നോക്കുന്നത് അല്ലേ? ഇതിലും വലിയൊരു ഗതികേടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ ഭരിക്കുന്ന ഭരണകൂടം എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണെന്നാണ് അതിൻ്റെ അർത്ഥം. രാജഭരണകാലത്ത് ഇങ്ങനെയായിരുന്നു. നോക്കൂ, ഇനി ഏറ്റവും വലിയ സംഭവം എന്ന് പറയും, കേരളത്തിൽ ജനാധിപത്യം വേണം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഇപ്പോൾ ജനാധിപത്യം ഇല്ലാണ്ട് അവർക്ക് പറ്റത്തില്ല. പക്ഷേ ഈ കേരളീയൻ എന്ന് പറയുന്നവൻ പോയി ജോലി ചെയ്യുന്നത് ഗൾഫിലാണ്. അവിടെ ജനാധിപത്യം ഇല്ല. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്ക്. അവിടെ അതിന് കുഴപ്പമില്ല, അവിടെ പോയി ജീവിതകാലം മുഴുവൻ അവിടെ പണിയെടുത്താൽ ഒരു കുഴപ്പമില്ല. പക്ഷേ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ നമുക്ക് ജനാധിപത്യം വേണം. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പാടില്ലേ, ജനാധിപത്യമൊന്നുമല്ല വിഷയം, രാജഭരണം തന്നെയാണ് ശരിയായ ഭരണരീതി. ഒന്നാമത്തെ കാര്യം, അത് ഹൈന്ദവമാണ്.
രാജഭരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നാളൊരു കഥ പറഞ്ഞില്ലേ, ഭഗവാൻ ശിവൻ ഭഗവാൻ ശിവൻ്റെ ജടയിൽ നിന്ന് കാലഭൈരവൻ എന്ന് പറയുന്ന ഒരു രുദ്രമൂർത്തി പുറപ്പെട്ടിട്ട് ബ്രഹ്മദേവൻ്റെ തല വെട്ടുന്നത്. അവിടെ ഭഗവാൻ ശിവൻ പറയുന്നുണ്ടല്ലേ, രാജാവിനെ ഭയന്നില്ലെങ്കിൽ ലോകത്ത് നീതി നടപ്പിലാവില്ല. ഇന്ന് രാജാവില്ല, മുഖ്യമന്ത്രിയുള്ളത്. അതും ഹിന്ദുക്കളെ വെറുക്കുന്ന മുഖ്യമന്ത്രിമാരാണ് ഒത്തിരി പേരുള്ളത്. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ബംഗാളിലായാലും ആന്ധ്രയിലായാലും എല്ലാം പല സ്ഥലങ്ങളിലും, കാശ്മീരായാലും ഒക്കെ ഹിന്ദു വിരുദ്ധരാണ്. ഹിന്ദുവിൻ്റെ നാടാണ്. പക്ഷെ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ പോലും ഹിന്ദു വിരുദ്ധന്മാരാണ്. എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ പറഞ്ഞാലും തീരത്തില്ല. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാത്തത് മനഃപൂർവ്വമാണ്. ഇതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല. അറിയാൻ പാടില്ല എന്നിട്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇത്രയും പറഞ്ഞ് വായിലെ വെള്ളം പറ്റിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല സംസാരിക്കേണ്ടത്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു മഹാരോഗത്തിൻ്റെ ലക്ഷണമാണ്. ആ രോഗമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പിതൃശൂന്യൻ നസ്രായനായ യേശുവാണ് ആ രോഗം. അവനെക്കുറിച്ച് പറയാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അവനെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്താം. അപ്പോൾ കാർത്തിക് പറയുന്നത് യേശു പരമപിശാചാണെന്നാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ യേശു പരമപിശാചാണെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, അത് ബൈബിളിൽ നിന്ന് അത് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എന്നതാണ് മറുപടി. അപ്പോൾ ബൈബിളിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ മറുപടി പറയണമെങ്കിൽ ബൈബിൾ എടുക്കണ്ടേ. അപ്പോൾ യോഹന്നാൻ്റെ പുസ്തകം 6-ാം അധ്യായം 51-ാം വാക്യം, അവിടെ നിന്ന് ഞാൻ തുടങ്ങാം. ഓക്കെ, യോഹന്നാൻ്റെ പുസ്തകം 6-ാം അധ്യായം 51-ാം വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. യേശു പറയണേ, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ യേശുവിനെ തിന്നു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം യേശുവാണ്. യേശുവിനെ തിന്നു കഴിഞ്ഞാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അപ്പോൾ യേശു നൽകുന്ന അപ്പം യേശുവിൻ്റെ ശരീരമാണെന്നാണ് യേശു പറയണത്. ഇനി ഇതേ യോഹന്നാൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം അവിടെ 26-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഇത് തന്നെ സത്യവേദ പുസ്തകമുണ്ട്. അത് ഇപ്പോൾ വായിച്ച POC ആണ്. സത്യവേദ പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ അപ്പക്കണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഗണ്ഡം മുക്കി ശിമയോൻ ഇസ്കറിയാത്തിൻ്റെ മകനായ യൂദക്ക് കൊടുത്തു. ഗണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. കണ്ടോ, യേശു എന്താ പറഞ്ഞത്? ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യേശുവിൻ്റെ ശരീരമാണ് യേശു അപ്പമായിട്ട് നൽകുന്നത്. അതേ യേശു തന്നെയാണ് അപ്പം എടുത്തിട്ട് യൂദാസ് ഇസ്കറിയാത്തിന് കൊടുക്കുന്നത്. അപ്പം വാങ്ങിയ ഉടനെ സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു. As soon as Judas took the bread, Satan entered into him എന്നാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഈ സാത്താൻ എന്ന് പറയുന്നത് യേശു തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഈ യോഹന്നാൻ്റെ പുസ്തകം 13-ാം അധ്യായം നോക്കൂ. ബൈബിളിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തെറ്റുകൂടാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ നിങ്ങളെ പറഞ്ഞ മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ്റെ പുസ്തകം എന്ന് പറയണം. അത് തെറ്റാണ്. യോഹന്നാൻ്റെ പുസ്തകമല്ല ഇത്. യോഹന്നാൻ ഈ പുസ്തകം എഴുതിയതുമല്ല. യോഹന്നാൻ ഈ പുസ്തകം കണ്ടിട്ടുമില്ല. അതാണ് സത്യം. പക്ഷേ
ഇപ്പം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പറയണേ. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പറയണത്. ഈ യോഹന്നാൻ്റെ പുസ്തകം 13-ാം അധ്യായം, ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ ഇതിനെക്കുറിച്ചായിരിക്കും. അതായത് ഇവിടെ ലോകം മുഴുവനും പറയുന്നത് യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തു എന്നാണ്. പക്ഷേ സത്യം അതല്ല. സത്യത്തിൽ യേശുവാണ് യൂദാസിനെ ഒറ്റിക്കൊടുത്തത്. അത് യോഹന്നാൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് തന്നെ നമുക്ക് വളരെ പുഷ്പം പോലെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ആ വിഷയമായിട്ട് ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.